എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജീവിതം ഒരു കരയെത്തിക്കണമെന്ന ഒരു ഒറ്റ ചിന്തയിൽ നിന്നുമാണ് ഓരോ പ്രവാസിയും പ്രവാസിയാകുന്നത്. വലിയ സ്വപ്നങ്ങളുടെ ചിറകിൽ പറന്നുയരുന്ന അവർ പലപ്പോഴും പല കെണികളിലും അകപ്പെടാറുമുണ്ട്. വാർത്തകളിൽ ഇടം നേടുകയാണ് അത്തരത്തിലൊരു വാർത്ത. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് പെൺവാണിഭത്തിനും ഡാൻസ് ബാറുകളിലും എത്തിക്കുന്ന ബംഗ്ലാദേശ് സംഘത്തിന് ദുബായ് പോലീസ് പിടികൂടിയിരിക്കുകയാണ്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതാകട്ടെ 20-നും 39-നും ഇടയിൽ പ്രായമുള്ള 5 ബംഗ്ലാദേശ് സ്വദേശികളെയാണ്. ദുബായ് പ്രാഥമിക കോടതി ഇവരെ ശിക്ഷിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നും പണം നൽകിയാണ് പെൺകുട്ടികളെ അൽമുറാഖാബാദിലെ നിഷ ക്ലബിൽ പ്രതികൾ എത്തിച്ചത്. പ്രായപൂർത്തിയാകാത്ത 4 പെൺകുട്ടികളെയാണ് നിഷ ക്ലബിൽ കണ്ടെത്തിയത്. കൗമാരക്കാരായ പെൺകുട്ടികൾ നിഷ ക്ലബിൽ ഡാൻസർമാരായി പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് ദുബായ് പോലീസ് റെയ്ഡ് നടത്തിയത്. കേസിലെ ആദ്യ പ്രതിയാണ് ഇതിന്റെ ഉടമസ്ഥൻ. റെയ്ഡിൽ 19 സ്ത്രീകളെയും 5 പുരുഷന്മാരെയും ദുബായ് പോലീസ് പിടികൂടിയിട്ടുണ്ട്. സ്ത്രീകൾ എല്ലാവരും തന്നെ പെൺവാണിഭ സംഘത്തിന്റെ ഭാഗമായിരുന്നു. ഇവർ തന്നെയാണ് ഡാൻസർമാരും. ഇതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ആയിരുന്നു. റെയ്ഡ് നടത്തി ഈ പെൺകുട്ടികളെ രക്ഷിക്കുകയായിരുന്നു. ഇവരെ ദുബായിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും താമസ സ്ഥലത്തേക്ക് സുരക്ഷിതരായി മാറ്റിയിട്ടുണ്ട്. പ്രതികൾ പെൺകുട്ടികളുടെ പാസ്പോർട്ടിൽ വയസ്സ് തിരുത്തിയാണ് ദുബായിലേക്ക് എത്തിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ദുബായിലേക്ക് ഡാൻസറായി ജോലി ചെയ്യാനാണ് വന്നതെന്ന് 17 വയസ്സുള്ള ബംഗ്ലാദേശി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 10 പേരുള്ള നാട്ടിലെ കുടുംബത്തെ സഹായിക്കാനാണ് താൻ ഈ ജോലിക്ക് വന്നതെന്നും കേസിലെ മുഖ്യപ്രതിയായ വ്യക്തിയാണ് പാസ്പോർട്ട് സംഘടിപ്പിച്ചതും ദുബായിലേക്ക് പോകാൻ ആവശ്യമായ പണം നൽകിയതും ഇവിടെ എത്തിയ ശേഷം മറ്റു പെൺകുട്ടികൾക്കൊപ്പം ഒരു വീട്ടിലേക്ക് മാറ്റിയെന്നും പെൺകുട്ടി മൊഴി നൽകി. നാട്ടിലുള്ള കുടുംബത്തെ സഹായിക്കാനാണ് ഞാൻ ഡാൻസറായി വരാമെന്ന് സമ്മതിച്ചത്. ദുബായിൽ വന്ന് അല്പ ദിവസത്തിനു ശേഷം അവർ ഞങ്ങളെ നിഷ ക്ലബിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡാൻസറായി ജോലി ചെയ്യണമെന്ന് അവർ പറഞ്ഞു. കൂടാതെ 1 മാസം 3 ഇടപാടുകാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും അവർ പറഞ്ഞു. കേസിലെ ആദ്യത്തെ പ്രതിയാണ് ഇതിന്റെ മാനേജർ. ഇയാളാണ് ബിസിനസ് നടത്തുന്നത്. 17-കാരി വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും. 16-17 വയസ്സുള്ള 4 പെൺകുട്ടികളും കഴിഞ്ഞ വർഷം വിവിധ സമയങ്ങളാണ് ദുബായിൽ എത്തിയത്. എല്ലാവരും നാട്ടിലൂടെ കുടുംബത്തെ സഹായിക്കാനാണ് എത്തിയത്. നീറുന്ന ജീവിത സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ ഇവരെ ഇങ്ങനെ എത്തിച്ചത്. പ്രതികളായ 4 പേർക്കെതിരെയും മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റമാണ് ചുമത്തിയത്. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയാൽ ഇവരെ നാടുകടത്തും. ഇത് ദുബായിയുടെ നിയമം. പ്രവാസികളെ തൊട്ടറിയുന്ന പ്രവാസി മലയാളി വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. വീണ്ടും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.